യേശുവേ നന്ദി. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ സുവർണ ജൂബിലി എൻ്റെ പൗരോഹിത്യത്തിൻ്റെയും സുവർണ ജൂബിലിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ഒന്നിച്ച് വന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ വൈദികനായത് 1976 ഒരു കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ ലോക സുവിശേഷീകരണം എന്ന ഒരു വചനം സന്ദേശമായി പരിശുദ്ധാത്മാവ് ഇങ്ങനെ നൽകി: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും, വിശ്വസിക്കാത്തവരോ കുറ്റക്കാരായി വിധിക്കപ്പെടും. ആ വാചകം ഞാൻ സ്വരം താഴ്ത്തിയേ പറയാറുള്ളൂ, ചിലപ്പം മിണ്ടാറുമില്ല. കാരണം കോടാനുകോടി മനുഷ്യർ എങ്ങനെ അവരെ ദൈവം നരകത്തിൽ കൊണ്ടുപോയി ഇടും, വിശ്വസിക്കാത്തവരെ. അതിനുള്ള പ്രതിവിധിയാണ് കരുണയുടെ ജപമാല. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ലോകം മുഴുവനും പാപമോചനം മേടിച്ചു കൊടുക്കാനുള്ള ഒരു അതിഭയങ്കരമായ അതിശ്രേഷ്ഠമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 29 വയസ്സിൽ വൈദികനായി 30 വയസ്സിൽ ലോക സുവിശേഷീകരണത്തിൻ്റെ വചനം ഇപ്രകാരം എൻ്റെ ഉള്ളിൽ പതിഞ്ഞു: നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. ഇത് അസാധ്യമായ കാര്യമാണോ സാധ്യമായ കാര്യമാണോ? ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ ചെയ്യുന്ന ഒരു ചെറിയ ശുശ്രൂഷ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതികാലത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഡിവൈൻ മേഴ്സി ജീസസിൻ്റെ ഒരു വലിയ പടം എൻ്റെ മുറിയുടെ അടുത്ത മുറിയിലുണ്ട്. ഞാൻ ആ ഡിവൈൻ മേഴ്സിയുടെ കാൽപാദത്തെങ്കിൽ തൊട്ട് ഇപ്രകാരം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു: 800 കോടി ജനം, അത്രയല്ലേ ഉള്ളൂ തൽക്കാലം നിങ്ങൾ കരുതുന്നു, 800 കോടി ജനങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ. അതൊരു ദർശന പുസ്തകത്തിൽ കണ്ടെത്തിയതാണ്. ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പേരുള്ള 15,000 പേജുള്ള ദർശന പുസ്തകത്തിൽ ഈശോ പറയുന്നതാണ്: എൻ്റെ തിരുരക്ത കടലിൽ അവരെ മുക്കണമേ, കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 800 കോടി ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഇപ്പോൾ അല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്ക് അനുവാദം തന്നിരിക്കുകയാണ്. ഒരു ദിവസം ഒരു പ്രാവശ്യം 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് ഉണ്ടെങ്കിൽ 800 കോടി ജനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാം. സങ്കീർത്തനം 48:10: ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ലോക സുവിശേഷീകരണത്തിൻ്റെ സന്ദേശം ഇതിൻ്റെ മർക്കോസ് 16, 15, 18, 20 അതിലിങ്ങനെ കൂടെ പറയുന്നുണ്ട്: വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളം ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും, പുതിയ ഭാഷകൾ സംസാരിക്കും. ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിലായിട്ടില്ല. രോഗികൾ സുഖപ്പെടുന്നത് 1 കൊല്ലമായി അച്ഛനായിട്ടെങ്കിലും. എന്നാൽ ഈ സന്ദേശം കിട്ടി 2-3 മാസങ്ങൾക്കുള്ളിൽ ആയിരിക്കണം രോഗികൾ അത്ഭുതകരമായി സുഖപ്പെടുന്നത്
കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചു. മദ്യപാനികൾ ഏതാനും മിനിറ്റ് നേരത്തെ പ്രാർത്ഥന, ഡെലിവറൻസ് പ്രെയർ കൊണ്ട് പൂർണ്ണമായ മോചനം പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ പൈശാചിക പീഡകൾ വിട്ടുപോകുന്ന അനുഭവം, രോഗികൾ സുഖപ്പെടുന്ന അനുഭവം. ഈ കാലയളവിൽ കരിസ്മാറ്റിക് ധ്യാനം കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. രോഗശാന്തികൾ നടക്കുന്നു, ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ കിട്ടുന്നു. എന്നെയും കരിസ്മാറ്റിക് വചനപ്രഘോഷണ ടീമിലേക്ക് സ്വാഗതം ചെയ്യുകയും അവരുടെ കൂടെ കൂടി എന്തൊക്കെയാണ് പ്രസംഗിക്കേണ്ടത് എന്ന മർമ്മപ്രധാനമായ സന്ദേശങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ മർമ്മപ്രധാനമായ സന്ദേശങ്ങൾ ചിലപ്പോഴോ പലപ്പോഴോ പ്രസംഗിക്കപ്പെട്ടിരുന്നില്ല. യേശു ഏകരക്ഷകൻ അതുപോലുള്ളത് ഊന്നൽ കൊടുത്ത് പറയുമായിരുന്നില്ല. എന്നാൽ കരിസ്മാറ്റിക് ധ്യാനത്തിൽ വന്ന ശേഷം യേശു ഏകരക്ഷകൻ, പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഈ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ്സുകൾ ഒരുങ്ങാനും തുടർന്ന് 6 കൊല്ലത്തോളം കരിസ്മാറ്റിക് ടീമുകളുമായി ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകളിൽ ഞാൻ വ്യാപരിച്ചു. ഞാൻ അന്ന് എറണാകുളത്തുള്ള വിൻസെൻഷൻ ആശ്രമത്തിൽ താമസിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊല്ലങ്ങൾ 6-7 കടന്നുപോയപ്പോൾ വിൻസെൻഷൻ ക്ഷമയുടെ ജനറാളച്ചൻ ഫാദർ ജോർജ് കമ്മട്ടിലും ഒരു കൗൺസിലറും കൂടെ എറണാകുളത്ത് എന്ന് പറഞ്ഞു, അച്ഛനെ ഇതുവരെ കരിസ്മാറ്റിക് ധ്യാനത്തിന് പോകാൻ ഞങ്ങൾ അനുവദിച്ചു, ഇനി വിൻസെൻഷൻ സഭയുടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഫോളോ അപ്പ് സെൻറ്ററിലേക്ക് അച്ഛൻ വരണം. അങ്ങനെ 1984 കോട്ടയിൽ പുതിയതായിട്ട് പണിതീർത്ത ധ്യാനമന്ദിരത്തിൻ്റെ ചേർന്നുള്ള ശുശ്രൂഷയ്ക്കായി എന്നെ അയച്ചു. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ 60 മുറിയുള്ള ഒരു ധ്യാനമന്ദിരമാണ് പണിയിച്ചിട്ടിരിക്കുന്നത്. അക്കാലത്ത് മനുഷ്യന്മാരാരും താമസിച്ചുള്ള ധ്യാനത്തിന് വരുന്ന കാലം ആയിരുന്നില്ല. സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും വാർഷിക ധ്യാനം ഉള്ളതുകൊണ്ട് അവർ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ 60 മുറിയുള്ള ധ്യാനത്തിൽ 6 പേര് പോലും വരാനില്ല, ഒരാൾ പോലും വരാനില്ല. എന്നാൽ ധാരാളം പേര് പോട്ട വിൻസെൻഷൻ ആശ്രമത്തിൽ ദിവസത്തിൽ ഉടനീളമെന്ന് പറയാൻ പലപ്പോഴായിട്ട് കൗൺസിലിംഗ് നടത്തി തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. മദ്യപാനം, ഭർത്താവിൻ്റെ മദ്യപാനം നിർത്താൻ വരും. നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും. 2 ആഴ്ചത്തേക്ക് 2 മാസത്തേക്ക് മദ്യപാനം നിർത്തും, വീണ്ടും കുടിച്ചു തുള്ളി വരും. അങ്ങനെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഫോർമുല പറഞ്ഞു തന്നു. ഇങ്ങനെ കൗൺസിലിങ്ങിന് വരുന്നവരോട് പറയുക, നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ 5, 10, 15 അപേക്ഷകൾ എഴുതി രൂപക്കൂട്ടിലോ പ്രാർത്ഥനാ പുസ്തകത്തിലോ വെക്കുക. എല്ലാം അധികവും ഭൗതികമായ അപേക്ഷകളായിരിക്കാം. തക്ക സമയത്ത് കർത്താവ് നിറവേറ്റി തരും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? വീട്ടിലൊരു മദ്യപാന തകർച്ച ഉണ്ടെങ്കിൽ ഇതേപോലെ മദ്യപാന തകർച്ചയുള്ള 1000, 10,000 കുടുംബങ്ങളെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളുമായിട്ട് വരുന്നവരും സാമ്പത്തിക തകർച്ചകളുമായിട്ട് വരുന്നവരോടും പറഞ്ഞു കൊടുക്കുക, ഈ തകർച്ചകളെ ഓർത്ത് ദുഃഖിച്ച് സമയം കളയേല, സ്തുതിക്കുന്നു. ഞങ്ങളെപ്പോലെ തകർച്ചയുള്ള, ഞങ്ങളെക്കാൾ തകർച്ചയുള്ള 1000, 10,000 കുടുംബങ്ങളെ ഒന്ന് തിരുരക്തം കൊണ്ട് കഴുകണമേ. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. ഒന്ന് പറഞ്ഞേ, 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിന്റെ രക്തം, ദൈവപുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളും കഴുകിക്കളയും. ഈ 1000, 10,000 വേണ്ടി മധ്യസ്ഥം വഹിക്കുക, അല്ലെങ്കിൽ 1000, 10,000 കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിക്കുക, സ്നേഹ ശുശ്രൂഷയിൽ വളരുക,
അതിൽ ദൈവം സംപ്രീതനാണ്. ഈ പ്രാർത്ഥന അകലെ നിന്ന് വരെ ഉള്ള ആൾക്കാർക്ക് പൈശാചിക പീഡകളിൽ നിന്ന് ഡെലിവറൻസ് കൊടുക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹൈന്ദവരും മുസ്ലിങ്ങളും പോട്ടയിലേക്ക് ഒഴുകാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഞങ്ങളെക്കാൾ തകർച്ചയുള്ള 1000-10,000 കുടുംബങ്ങളെ തിരുരക്തക്കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ടും വചനം കൊണ്ടും നിറയ്ക്കണമേ. ഹൈന്ദവര് മുസ്ലിങ്ങള് വരാൻ തുടങ്ങി. 60 പേരുള്ള മുറിയുള്ള ധ്യാന മന്ദിരം നിറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുകയില്ല. 600 പേരായി. വൈകുന്നേരം കിടത്താൻ സ്ഥലമില്ലായിട്ട് അടുത്ത ഗവൺമെൻറ് സ്കൂളിലും കൊണ്ടുപോയി ആൾക്കാരെ കിടത്തി കാലത്ത് കൊണ്ടുവരും, വൈകുന്നേരം ബസ്സിന് കൊണ്ടുപോയി വിടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു വലിയ ധ്യാന മന്ദിരം വേണം എന്നുള്ള അത്യാവശ്യകത വന്നതും. ആ സമയത്ത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഡിവൈൻ ഹോസ്പിറ്റൽ കടത്തിലാണ്, മുന്നോട്ട് പോകുന്നില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് ട്രസ്റ്റീസ് കൂടി തുടങ്ങിയതാണ്. അവർക്കത് വിറ്റ് കളയണമെന്നുണ്ട്. ആ സമയത്ത് ദൈവം ഇടപെട്ട് ആ ഡിവൈൻ ഹോസ്പിറ്റൽ നമുക്ക് വാങ്ങിക്കുവാൻ മരിച്ചുപോയ കുണ്ടുകുളം പിതാവ് മധ്യസ്ഥം വഹിച്ചു. പൈസ കൊടുക്കാനില്ല. 3 കൊല്ലം കഴിഞ്ഞാണ് പൈസ കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ധ്യാനത്തിന് 500 സിസ്റ്റേഴ്സ്, പിറ്റത്തെ ധ്യാനത്തിന് 500 കുടുംബജീവിതക്കാര്. അന്ന് തുടങ്ങിയ ധ്യാനം ഇപ്പം എത്ര കൊല്ലമായി? 1991 90 ഡിസംബറിൽ. ഇപ്പം 36 10 എത്ര കൊല്ലമായി? 26 10 36 കൊല്ലം, 7 ഭാഷകളുള്ള ധ്യാനം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ.